ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ നിങ്ങൾക്കായി കഥ ഇതാ. എമിലിയുടെ പഴങ്ങൾ തേടൽ. ഒരിക്കൽ ഫ്രൂട്ടോപ്പിയ എന്ന മനോഹരമായ ഗ്രാമത്തിൽ എമിലി എന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. എമിലി ജിജ്ഞാസയും കളിയുമായ ഉന്മേഷത്തോടെ ആസ്വദിച്ചു നടന്നിരുന്ന ഒരു കുട്ടിയായിരുന്നു. മറ്റെന്തിനേക്കാളും രണ്ട് കാര്യങ്ങൾ അവൾ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു. അതിൽ ഒന്ന് കളിപ്പാട്ടങ്ങളും മറ്റൊന്ന് പഴങ്ങളും ആയിരുന്നു. അവളുടെ മുറി നിറയെ പാവകളും മറ്റു സ്റ്റഫ് ചെയ്ത മൃഗങ്ങളും ബോർഡ് ഗെയിമുകളും നിറഞ്ഞ ഒരു വർണ്ണാഭമായ അത്ഭുതലോകമായിരുന്നു. മൂലയിൽ അവളുടെ പ്രിയപ്പെട്ട പഴങ്ങൾ ആപ്പിൾ, വാഴപ്പഴം, ഓറഞ്ച് എന്നിവ സൂക്ഷിച്ചിരുന്ന ഒരു ചെറിയ തടി പാത്രം ഉണ്ടായിരുന്നു. എമിലിയുടെ ദിവസങ്ങൾ കളിസമയവും ലഘുഭക്ഷണവും ഇടവേളകളും ചേർന്നതായിരുന്നു. ദൂരദേശങ്ങളിൽ മഹത്തായ സാഹസിക യാത്രകൾ ഇടയ്ക്കിടയ്ക്ക് നടത്തും. പിന്നെ വിശപ്പ് വരുമ്പോൾ അവൾ ഒരു ആപ്പിളോ ഒരു വാഴപ്പഴമോ തൊലിയിരിച്ചു പ്രകൃതി നൽകുന്ന മധുരമുള്ള രുചികൾ ആസ്വദിച്ചു കഴിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം വിചിത്രമായ ഒന്ന് സംഭവിച്ചു. ഫ്രൂട്ടോപ്പിയയിലെ ദുഷ്ടമന്ത്രവാദിനികളായ പിറുപിറുപ്പ്, മുറുമുറുപ്പ്, ഉപരിതലം എന്നിവ ഗ്രാമത്തിൽ ഒരു മന്ത്രവാദം നടത്താൻ തീരുമാനിച്ചു. പഴങ്ങൾ ആളുകൾക്ക് നൽകുന്ന സന്തോഷത്തിൽ അവർ അസൂയപ്പെട്ടു. അതിനാൽ ആരോഗ്യകരമായ ഭക്ഷണത്തിനായുള്ള എല്ലാവരുടെയും ആഗ്രഹം നശിപ്പിക്കുന്ന ഒരു മയക്കുമരുന്ന് അവർ ഉണ്ടാക്കി. മന്ത്രവാദിനികൾ നിഗൂഢവനത്തിന്റെ ഹൃദയഭാഗത്ത് ഒത്തുകൂടി. അവർ ദുഷ്മന്ത്രങ്ങൾ ആലപിച്ചു. അവർ അവസാന ചേരുവകൾ കലർത്തി ഒരു ദ്രാവകം ഒരു ചെറിയ കുപ്പിയിൽ ആക്കി വനത്തിൽ വെച്ചു. ഒരു ഉച്ചതിരിഞ്ഞ് വനം പര്യവേക്ഷണം ചെയ്യുന്നതിനിടയിൽ എമിലിയുടെ കണ്ണ് കുപ്പിയിൽ ഇടറി. അതിൽ ഒരു മാന്ത്രിക അമൃതമോ അല്ലെങ്കിൽ ഒരുപക്ഷെ മങ്ങിയ പാനീയമോ അടങ്ങിയിട്ടുണ്ടെന്ന് അവൾ കരുതി. മന്ത്രവാദികൾക്ക് ഒരു പദ്ധതിയുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അവൾ അതെടുത്തു തുറന്നു. അവർ എമിലിയുടെ മനസ്സിൽ മന്ത്രിച്ചു. അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ആകെ മാറിമറിഞ്ഞു. പെട്ടെന്ന് അവൾക്ക് ജങ്ക് ഫുഡ്, ബർഗറുകൾ, പിസ്സ, ഐസ്ക്രീം എന്നിവ കൊതിച്ചു തിന്നാൻ ആഗ്രഹം കൂടി. പഴങ്ങൾ അവൾക്ക് ഇഷ്ടമല്ലാതായി. എമിലിയുടെ സ്വഭാവം മാറി. അവളുടെ കളിപ്പാട്ടങ്ങളുമായി കളിക്കാൻ ആഗ്രഹം ഇല്ലാതായി. പകരം അവൾ മണിക്കൂറുകളോളം അവളുടെ ടാബ്ലറ്റിലൂടെ സ്ക്രോൾ ചെയ്തു ഇരിക്കുന്ന ശീലമായി. കൊടുത്താൽ നിറവും കുക്കികൾ കഴിച്ചു. അങ്ങനെ റോസാപ്പൂ പോലെയുള്ള അവളുടെ കവിളുകൾ വിളറി. അവളുടെ ഊർജം കുറഞ്ഞു. അവളുടെ ഉറ്റ സുഹൃത്ത് നദൻ അവളുടെ പരിവർത്തനം ശ്രദ്ധിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്തു. ഒരു ദിവസം നാഥൻ എമിലിയുടെ മുറി സന്ദർശിച്ചു. അവഗണിക്കപ്പെട്ട കളിപ്പാട്ടങ്ങളും തൊടാത്ത ഫ്രൂട്ട് ക്രാറ്റും അവൻ കണ്ടു. തന്റെ സുഹൃത്തിനെ സഹായിക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ ഒരു പദ്ധതി തയ്യാറാക്കി. നദൻ എമിലിക്ക് ടാബ്ലറ്റിന് പകരം ഒരു കളറിംഗ് ബുക്ക് നൽകുകയും അവളുടെ കുക്കികൾ തിളങ്ങുന്ന ചുവന്ന ആപ്പിൾ വെച്ച് മാറ്റുകയും ചെയ്തു. എമിലിക്ക് ആദ്യം മടിച്ചു ദേഷ്യം വന്നെങ്കിലും അവളുടെ ഉള്ളിൽ എപ്പോഴും നിലനിന്നിരുന്ന ജിജ്ഞാസ് അവളെ കീഴടക്കി. അവൾ കളറിംഗ് ബുക്ക് എടുത്തു വരയ്ക്കാൻ തുടങ്ങി. ആപ്പിൾ അവളുടെ മേശപ്പുറത്ത് ഇരുന്നു. അതിന്റെ ചടുലമായ ചുവന്ന ചർമ്മം അവളെ ആകർഷിച്ചു. അവൾ കടിച്ചപ്പോൾ എന്തോ മാന്ത്രികത സംഭവിച്ചെന്നു അവൾക്ക് തോന്നി. എമിലിക്ക് ഊർജത്തിന്റെ കുതിച്ചുചാട്ടം അനുഭവപ്പെട്ടു. അവളുടെ കവിളുകൾ ഉന്മേഷത്തിൽ തുടുത്തു. മന്ത്രവാദിനികളുടെ സ്വാധീനം കുറഞ്ഞു. നഥാൻ പുഞ്ചിരിച്ചു. എമിലി, അവൻ പറഞ്ഞു, കളിപ്പാട്ടങ്ങൾ രസകരമാണ്, പക്ഷേ പഴങ്ങൾ നമുക്ക് ശക്തിയും സന്തോഷവും നൽകുന്നു. നമുക്ക് ഒരുമിച്ച് മന്ത്രവാദിനികളെ പരാജയപ്പെടുത്താം. എമിലി സമ്മതിച്ചു. കളറിംഗ് ബുക്കുമായി ആപ്പിളും വാഴപ്പഴവും ഇന്ധനമാക്കി അവർ കാട്ടിലേക്ക് പോയി. എമിലി തങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ മന്ത്രവാദിനികൾ വിറച്ചു. അവൾ കുപ്പി തകർത്തു. കുടുങ്ങിയ മന്ത്രവാദിനികളെ മോചിപ്പിച്ചു. പിറുപിറുപ്പ്, മുറുമുറുപ്പ്, ഉപരിതലം എന്നിവ അവരുടെ പാഠം പഠിച്ചു. ഇനി ഒരിക്കലും ഫ്രൂട്ടോപ്പിയയെ ഉപദ്രവിക്കില്ലെന്ന് അവർ വാഗ്ദാനം ചെയ്തു. കളിപ്പാട്ടങ്ങളും പഴങ്ങളും ഒരുപോലെ നെഞ്ചിലേറ്റി എമിലി പഴയ ജീവിതത്തിലേക്ക് മടങ്ങി. ആ ദിവസം മുതൽ ഗ്രാമം അഭിവൃദ്ധി തിരിച്ചു വന്നു. ആഘോഷസമയവും ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങളും ചേർന്നുള്ള മാന്ത്രിക അനുഭവം ആസ്വദിച്ചു. കഥയുടെ ധാർമ്മികത, വിനോദവും പോഷണവും ബാലൻസ് ചെയ്യുക. എമിലിയെപ്പോലെ നമ്മുടെ കളിപ്പാട്ടങ്ങളും കളികളും ആസ്വദിക്കണം, പക്ഷേ പഴങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന നന്മ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ എല്ലാവരും ഈ കഥ ആസ്വദിച്ചുവല്ലോ. ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഈ വീഡിയോക്ക് അമർത്തുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ അമർത്തുക. എന്നാൽ കൂട്ടുകാരെ, നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം.